നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് നെന്മാറ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരു ദേശമാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്തുമ്പോൾ ഏകദേശം 6 വർഷമായി ആയുർവേദ ചികിത്സാ രംഗത്ത് ആയുർവേദത്തിന്റെ എല്ലാവിധ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാരമ്പര്യ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ ചികിത്സ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, ആലിക്കൽസ് ആയുർവേദ ഹോസ്പിറ്റൽ. ഇവിടെ എത്തുന്ന നിരവധി രോഗികൾ ഈ ഒരു കേന്ദ്രത്തെ ഒരു ആശ്രമമായി കണ്ട് ആ ഒരു കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുടെയും തെറാപ്പിസ്റ്റുകളുടെയും ഒക്കെ സേവനം അവർക്കൊരു പുതുജീവൻ തന്നെ സമ്മാനിക്കുന്നുണ്ട്. ഈ ഒരു സെന്ററിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകതകൾ, തുടക്കം, ഈ ഒരു സെന്ററിന്റെ ക്വാളിറ്റി, ആലിക്കൽസിന്റെ എല്ലാ വിശേഷങ്ങളുമായി നമ്മളോട് അല്പസമയം പങ്കുവെക്കാൻ ആലിക്കൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മോഹൻദാസ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനെ നമ്മുടെ ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ മോഹൻദാസ് സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. മോഹൻ സാർ, ആദ്യം തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ആലിക്കൽസ് ആയുർവേദ ഹോസ്പിറ്റൽ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ ആ ഒരു സ്നേഹസമ്പന്നരായ സ്റ്റാഫുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, ഇവിടുന്ന് ട്രീറ്റ്മെന്റിന് ശേഷം പോകുന്ന രോഗികൾ, അവരുടെയൊക്കെ മുഖത്ത് കാണുന്ന ഒരു പ്രസന്നത, അതൊരു വലിയൊരു സന്തോഷത്തിന്റെ പ്രതീകമാണ്. ഈ ഒരു സെന്ററിലേക്ക് എത്തി ഇവിടുത്തെ ചികിത്സകൾക്ക് ശേഷം ആ ഒരു സംതൃപ്തിയോടെ ഇവിടുന്ന് മടങ്ങുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സെന്ററിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് തുടക്കത്തെ കുറിച്ച് ആദ്യമേ ചോദിച്ചറിയാം. ഈ ഒരു തുടക്ക കാലഘട്ടത്തെ കുറിച്ച് എന്താണ് സാറിന് പറയുന്നത്? 6 വർഷം മുമ്പ് ഒരു വൈദ്യരും ഒരു ഡോക്ടറും കൂടെ ചേർന്നിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ആലിക്കൽ ആയുർവേദിക് സെന്റർ. ഓക്കെ. ഇപ്പോ ഏകദേശം 8 പരം ഡോക്ടർമാര് പലവിധ സ്പെഷ്യാലിറ്റിയോടുകൂടി ഞങ്ങൾ ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഓക്കെ. അതിൽ ഞങ്ങൾക്ക് എടുത്തു പറയാവുന്ന സ്പെഷ്യാലിറ്റി ഈ വെരിക്കോസ് വെയിൻ, ഏത് തരത്തിലുള്ള വിട്ടുമാറാത്ത വേദനയുള്ള വെരിക്കോസ് വെയിനും ഡോക്ടർ അഭിജിത്ത് മോഹന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ചികിത്സകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഡയബറ്റിക് വൂണ്ട്, അൾസർ, കോൺ, ആണിരോഗം എന്നുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടർ അഭിജിത്ത് മോഹന്റെ ഒരു പ്രത്യേക കഴിവുകളോടുകൂടി ചികിത്സകൾ നേടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ലാബ് സൗകര്യവും ലഭ്യമാണല്ലേ? അതെ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് മുമ്പും ട്രീറ്റ്മെന്റ് ശേഷവും എങ്ങനെ ഫലപ്രാപ്തി വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ പേഷ്യന്റിന്റെ 100% സംതൃപ്തിയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ആലിക്കൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായും കൊടുക്കുന്ന ചികിത്സകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റിന് തേടിയാണ് രോഗികൾ അധികവും ഇവിടെ എത്താറുള്ളത്? ഇവിടെ നമ്മുടെ ഡോക്ടർ മൂസ കുഞ്ഞിന്റെ നേതൃത്വത്തിൽ ഈ സ്പോണ്ടിലൈറ്റിസിന് വേണ്ടിയിട്ടും അതുപോലെ അസ്ഥി രോഗ നിർണയം, സ്ട്രോക്ക്, നെർവ് ഡിസോർഡേഴ്സ്, ഡിസ്ക് ബൾജ്, അതുപോലെ കുട്ടികൾക്കുണ്ടാവുന്ന വളർച്ചാ വൈകല്യങ്ങൾ എന്നിവർക്ക് നമ്മുടെ ഡോക്ടർ മൂസ കുഞ്ഞ് വളരെയധികം കേൾവിയിട്ടുള്ളതാണ്. സീനിയർ ഡോക്ടറാണ്. 35 വർഷമായിട്ടുള്ള പരിചയമുണ്ട്. ബോംബെ, കൽക്കട്ട, ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ വിസിറ്റിംഗ് കൺസൾട്ടന്റ് കൂടിയാണ് ഡോക്ടർ മൂസ. അദ്ദേഹത്തിന്റെ സേവനം ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആയുർവേദത്തിന്റെ മറ്റുള്ള ജനറൽ ആയിട്ടുള്ള ചികിത്സാ മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണുള്ളത്? പിന്നെ എടുത്തു പറയാൻ പറ്റുന്നത് 40 വർഷത്തോളം സേവന പരിചയമുള്ള ഡോക്ടർ ലീല, സ്ത്രീരോഗ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്.
പോസ്റ്റ്നേറ്റൽ, ആന്റിനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ കേസുകൾ, പ്രസവ PCOD, അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആർത്തവഗ്രാമങ്ങൾ, ആർത്തവ പ്രശ്നങ്ങൾ, മറ്റുള്ള എല്ലാ ട്രീറ്റ്മെന്റും ഡോക്ടർ ലീലയുടെ നേതൃത്വത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്ത് പറയാനുള്ളത് ജോയ് വൈദ്യനാണ്. ഒരു സ്കിൻ ഡിസോർഡേഴ്സിന്, സോറിയാസിസ്, എക്സിമ, അതുപോലെ ചൊറിച്ചൽ, തടുപ്പ് എന്നിവർക്ക് ഒരു നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ വൈദ്യൻ തന്നെ. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു രാസസിദ്ധ രാജവൈദ്യൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പാരമ്പര്യ വൈദ്യനാണ്. അച്ഛൻ, അച്ചാപ്പൂപ്പൻ അവരെല്ലാവരും വൈദ്യരായിരുന്നു. പിന്നെ അതുപോലെ കിടപ്പുരോഗികൾക്കുള്ള ഒരു ദൈവദൂതനാണ്. അദ്ദേഹത്തിനെ വന്ന് കണ്ടുപോയ കഴിഞ്ഞാൽ കിടപ്പുരോഗികൾ നീച്ച് ഓടിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഡോക്ടർ അനൂപ് BAMS MD ആണ്. അതായത് ഡോക്ടർ സ്പൈൻ ആൻഡ് ജോയിന്റ് സ്പോണ്ടിലൈറ്റിസ് എന്നിവയ്ക്കുള്ള ബോൺ സെറ്റിങ്ങിലൂടെ രോഗം ഭേദമായിട്ട് കൊടുക്കുന്നതാണ്. ഡിസ്കസ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും അദ്ദേഹം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. കളരി വൈദ്യൻ കൂടെയാണ്, കളരി അഭ്യസിക്കുന്ന ആൾ കൂടെയാണ്. പിന്നീട് ഡോക്ടർ അഞ്ജനയാണ്. ഡോക്ടർ അഞ്ജന വിഷവൈദ്യ ചികിത്സയിൽ MD എടുത്തിട്ടുള്ള ആളാണ്. പാമ്പ് കടി, നായകടിയില് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും, അതുപോലെ കുട്ടികൾക്കുണ്ടാവുന്ന ആസ്മ, ഓവർ വെയിറ്റ്, ലോവർ വെയിറ്റ് എന്നിവയുള്ള ഫാമിലി ഫിസിഷ്യൻ കൂടിയാണ് ഡോക്ടർ അഞ്ജന. അടുത്ത ഡോക്ടർ സോന വിവേകാണ്. അത് അഡ്മിനിസ്ട്രേറ്റിംഗ് ഈ പഞ്ചകർമ്മ ഡീടോക്സിഫിക്കേഷൻ ഫ്രം ദ ബോഡി, റീജനറേഷൻ, അങ്ങനെ കുട്ടികൾക്കുണ്ടാവുന്ന വലിയ ആൾക്കാർക്കുണ്ടാവുന്ന ഫിസ്റ്റുല, മൂലക്കുരു, ഫൈൽസ് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് നൽകുന്നു. വളരെയധികം നല്ല റിസൾട്ടാണ് പേഷ്യൻസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കൗൺസിലിംഗ്, ഓൺലൈൻ തെറാപ്പി, ഓൺലൈൻ ട്രീറ്റ്മെന്റ്സ് എന്നിവയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതും ഒരു മികച്ച റിസൾട്ട് കിട്ടുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പറ്റം ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മയിൽ കൂടി വളരെ മികച്ച വിജയം നേടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം. എല്ലാവിധ ചികിത്സകളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് താങ്കളുടെ ഈ ഒരു സ്ഥാപനം ഈ ഒരു വിജയത്തിൽ കൂടി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന എന്തൊക്കെ തരം രോഗങ്ങൾക്കുള്ളതാണ് സ്പെഷ്യൽ ക്ലിനിക്ക് നമ്മളുടെ ഈ ഒരു സെന്റർ പ്രവർത്തിക്കുന്നത്? നമ്മൾക്ക് എടുത്തു പറയേണ്ടത് വെരിക്കോസ് വെയിൻ, നടുവേദന, മുട്ടുവേദന, പ്രമേഹം, അമിതവണ്ണം, ആസ്മ, സ്ത്രീജന്യ രോഗങ്ങൾ, അതുപോലെ ബോൺ സെറ്റിംഗ് എന്നുള്ള എല്ലാ ഇതിനും പറ്റുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റിയോട് കൂടിയുള്ള ഡോക്ടർമാരാണ് നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിന്റെ ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി കൃത്യമായിട്ട് ലഭ്യമാകുന്ന സമയങ്ങളാണ് ഇനി വരുന്നതും ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം. തീർച്ചയായിട്ടും കർക്കിടക ചികിത്സയുടെ ആ ഒരു രീതി നമ്മുടെ സെന്ററിൽ എങ്ങനെയാണ് നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്നത്, അതിന്റെ ഒരു ബുക്കിങ്ങും കാര്യങ്ങളും ട്രീറ്റ്മെന്റ് രീതികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സ്ഥാപനത്തില് കർക്കിടക ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മള് 3 ദിവസം, 5 ദിവസം, 7 ദിവസം, 14 ദിവസത്തെ പാക്കേജ് ആണ് ഇട്ടിരിക്കുന്നത്. അതില് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തെറാപ്പിസ്റ്റുകളാണ് ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങള് ഇവിടെ ഔഷധ കഞ്ഞി വിതരണമുണ്ട്, ഔഷധ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തിട്ട് എത്തിച്ചു തരാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇവിടെ 2-3 ക്ലാസ് ആയിട്ട് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മീഡിയം, ഹൈ, ലോ എന്നുള്ള സ്റ്റേജിലോ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 സ്റ്റാർ ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡീലക്സ് വേണമെന്നുണ്ടെങ്കിൽ ഡീലക്സ് ഉണ്ട്. നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വിത്ത്
സ്റ്റാൻഡ് ബൈ കഞ്ഞി എല്ലാം ഭക്ഷണത്തോടുകൂടെ നമ്മളിവിടെ റൂംസ് സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തു കൊടുക്കും. അത് നമ്മൾ ഏത് രീതി ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ചുള്ള റൂം എല്ലാവർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവർക്കനുസരിച്ചുള്ള ഇത് നമ്മൾ കൊടുക്കാൻ. തീർച്ചയായിട്ടും ആലിക്കൽസ് ആയുർവേദ ഒരുപാട് രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇനിയും കാഴ്ചവെക്കട്ടെ. അതുപോലെ തന്നെ ആലിക്കൽസിന്റെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ, താങ്കളുടെ മനസ്സിൽ ആലിക്കൽസിനെ എവിടെ എത്തണം, അല്ലെങ്കിൽ എന്താണ് ഇനി നമ്മളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പോഴത്തെ നമ്മളുടെ 90% ആൾക്കാർക്കും ഡയബറ്റിക് പിടിപെട്ടിരിക്കുന്നതുണ്ട്. അപ്പൊ അതിന് നല്ലൊരു മരുന്ന് കണ്ടുപിടിച്ച് അത് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ്. കാരണം അതാണ് മെയിൻ കില്ലർ. അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഇപ്പോഴത്തെ അഡിക്ഷൻസ്, അതുപോലെ വിശപ്പില്ലായ്മ, അതുപോലെ അമിതവർണ്ണം, കാരണം ജങ്ക് ഫുഡ്സും അതെല്ലാം കഴിച്ചിട്ട് അവരുടെ കിഡ്നി ലിവർ എല്ലാം അടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ നമ്മൾക്ക് അതിനുള്ള നല്ലൊരു മരുന്ന് കണ്ടുപിടിച്ച് അവർക്ക് അത് എല്ലാവർക്കും എത്തിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ആസ്മയ്ക്കും മറ്റുള്ള എല്ലാവരും കണ്ടുപിടിക്കണം. അത് ഞങ്ങളുടെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വരുന്ന ടീമിന്റെ എല്ലാവരും ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ വിജയം, അതുപോലെ തന്നെ സാറിന്റെ ഒരു വിജയം, തീർച്ചയായിട്ടും അതിനെല്ലാം നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് വളരെ വലുതാണല്ലോ. താങ്കളുടെ ഈ ഒരു പ്രൊഫഷനിലേക്ക്, താങ്കളുടെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള പിന്തുണ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് എത്രമാത്രമുണ്ട്? താങ്കളുടെ കുടുംബ വിശേഷങ്ങൾ, ഫാമിലി വിശേഷങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? അത് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് വൈഫ്, സ്വന്തം ഭാര്യയുടെ തന്നെയാണ്. അവരുടെ 100% സപ്പോർട്ട് എനിക്കുണ്ട്. നമ്മൾ എന്തെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ നാട്ടുകാർക്ക് മറ്റുള്ളവർക്കും ഒരു നന്മ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. പിന്നെ മോൻ MBBS ഡോക്ടറാണ്. അവനും ആയുർവേദയിൽ താല്പര്യമുണ്ട്, പക്ഷേ അലോപ്പതി ഡോക്ടറാണ്. മോള് PhD കഴിഞ്ഞു. അവള് PhD കഴിഞ്ഞു, അവള് ഡോക്ടറാണ്. ബട്ട് ഈസ് ഓൺ ഡിഫറെന്റ്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ 7ഓളം ഡോക്ടർമാര് ഉണ്ട്. അപ്പൊ ഞാൻ ബേസിക്കലി ഒരു ഫാർമസിസ്റ്റ് ആണെങ്കിലും എനിക്ക് ആയുർവേദത്തിനോടുകൂടെ എന്തോ ഒരു നല്ലൊരു ഇഷ്ടം വന്നതാണ് ആയുർവേദത്തിൽ വന്ന് അങ്ങനെ അതെ. ഓക്കെ, അതെന്തായാലും തീർച്ചയായിട്ടും അതൊരു നല്ലൊരു വിജയത്തിൽ എത്തുമ്പോൾ ഈ ഒരു അവസരത്തിൽ അതൊരു സന്തോഷം തന്നെ തോന്നുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു സ്ഥാപനത്തിന്റെ വിജയത്തിൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടിന്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റാഫുകളുടെ ആ ഒരു ആത്മാർത്ഥത അത് വളരെ വലുതാണ്. നമ്മുടെ സ്റ്റാഫുകളെ കുറിച്ച് എന്താണ് പറയുന്നത്? അവരുടെ പ്രവർത്തനം നമ്മുടെ ഒരു സ്ഥാപനത്തിന് എത്രമാത്രം വിലപ്പെടുന്നുണ്ട്? 100%. നമ്മളുടെ സ്റ്റാഫ് ഹാപ്പി ആയിരിക്കണം. അവര് ആണ് നമ്മുടെ ഊർജം. അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്കെല്ലാം ലീഡ് ചെയ്യാനേ പറ്റുള്ളൂ. ദേ ആർ ദ വൺ ബിഹൈൻഡ് ദ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനോട് കൂടി ഡയറക്റ്റ് ആയിട്ട് ഇടപെടുന്നത് ഞങ്ങളുടെ നഴ്സുമാര്, തെറാപ്പിസ്റ്റുകൾ, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള പല ഘടകങ്ങളും. നല്ല ട്രീറ്റ്മെന്റും ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ച് പകുതി രോഗം അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ തന്നെ മാറിപ്പോകും. അതുപോലെ ഫോളോ അപ്പ്, കാരണം ഓരോ പേഷ്യന്റിനെയും വിളിച്ചിട്ട് എങ്ങനെ മരുന്ന് കഴിച്ചിട്ട് വേദമുണ്ടോ കൂടുതലുണ്ടോ എന്നുള്ളത് ഒരു അറ്റാച്ച്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷനും പേഷ്യന്റിനായിട്ടും ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലൊരു അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പേഷ്യന്റിനും ഒരേ ട്രീറ്റ്മെന്റ് തന്നെയാണ്, ഒരേപോലെ തന്നെയാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ആലിക്കൽസ് ആയുർവേദ തെറാപ്പി ആൻഡ് റിസർച്ച് സെന്റർ, നെന്മാറ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ആലിക്കൽസ് ആയുർവേദ തെറാപ്പി ആൻഡ് റിസർച്ച് സെന്റർ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പ്രമേഹം, ആസ്മ, അമിതവണ്ണം, പ്രസവാനന്തര ശുശ്രൂഷ, സോറിയാസിസ്, നടുവേദന, സന്ധിവേദന, സ്ത്രീജന്യ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ OP, IP ചികിത്സ, കിടത്തി ചികിത്സയും ലഭ്യമാണ്. ഫുൾ ബോഡി മസാജ്, ഓയിൽ മസാജ്, ധാര, പിഴിച്ചിൽ, നസ്യം, നവരക്കിഴി, ആവിപിടിക്കൽ തുടങ്ങിയവയും ലഭ്യമാണ്. നീർക്കെട്ട്, ചതവ്, പൊണ്ണത്തടി,
അമിതമായ കൊഴുപ്പ് എന്നിവയ്ക്ക് പരിഹാരമായി രസസിദ്ധരാജവൈദ്യൻ ജോയ് മേടുമറ്റത്തിന്റെ മേൽനോട്ടത്തിലുള്ള ചവിട്ടി തിരുമലിന് നിങ്ങൾ ഞങ്ങളെ സമീപിക്കുക. സർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ടൈം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വലിയൊരു സ്ഥാപനത്തിന്റെ നമ്മൾ എടുത്തു പറയുന്നത് ഒരു വലിയൊരു ഡോക്ടർ പാനലുള്ള, അതുപോലെ തന്നെ പാരമ്പര്യത്തിന്റെ ആ ഒരു പ്രസക്തിയും അത് ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വലിയൊരു ഒരു ചികിത്സാ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുവന്ന നമ്മുടെ ആലിക്കൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് നമ്മളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഏത് ടൈപ്പ് അസുഖങ്ങൾക്കും നിങ്ങൾക്ക് നല്ലൊരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഫോൺ ചെയ്തിട്ട് ചോദിക്കാം, അപ്പോയിന്റ്മെന്റ് എടുക്കാം, വന്ന് കാണാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ആലിക്കൽസ് ആയുർവേദയിൽ വന്ന് പോകുന്ന ഒരു പേഷ്യന്റിനും നിരാശയായിട്ട് മടങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. മരുന്ന് കഴിച്ച് ഡോക്ടർ പറയുന്ന പോലെയുള്ള പഥ്യപ്രകാരം കാര്യങ്ങളെല്ലാം നടത്തി പോകുമ്പോൾ 100% അല്ലെങ്കിൽ 99.9% സംതൃപ്തിയോടുകൂടി ചിരിച്ചു മുഖത്തോടുകൂടി ഞങ്ങളുടെ ഓഫീസിൽ നിന്നും ഇറങ്ങി പോകാൻ സാധ്യതകളുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടോ ഞങ്ങളെ ആലിക്കൽസ് ആയുർവേദയിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും അത് ആലിക്കൽസിന്റെ ഒരു ഉറപ്പാണല്ലേ? അതെ, അതൊരു ആലിക്കൽസിന്റെ ഉറപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഈ പ്രോഗ്രാം കാണുന്ന സുഹൃത്തുക്കൾ, ആലിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഫസ്റ്റ് ടൈം പറഞ്ഞ പോലെ നെന്മാറയിലാണ്. നെന്മാറയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആലിക്കൽസ് കാണുവാൻ സാധിക്കും. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എനി ടൈം കോൾ അറ്റൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ സാറിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് ഏത് ഡോക്ടറിനെയാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത് ആ ഡോക്ടറിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ കൺസൾട്ടിങ് നിങ്ങൾക്ക് ലഭ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഈ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതിയാവും. വളരെയധികം നന്ദി ശ്രീ മോഹൻദാസ് സാർ. കാരണം എനിക്കറിയാം താങ്കളുടെ പല മേഖലകളിൽ നിന്നും തിരക്ക് പിടിച്ച ഈ ഒരു ടൈം വിരുന്നിന്റെ പ്രഷർക്ക് വേണ്ടി നമ്മുടെ ആലിക്കൽസിന്റെ ഈ ഒരു വലിയൊരു വിജയം ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രഷർക്ക് വേണ്ടി പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിനെ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു സ്ഥാപനം ഒരുപാട് രോഗികൾക്ക് ആശ്വാസ കേന്ദ്രമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആലിക്കൽസ് ആയുർവേദ ഹോസ്പിറ്റലിലെ സ്ത്രീരോഗ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ എൽന രാജാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഡോക്ടർ, തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. വെൽക്കം ടു ഷോ. ഡോക്ടർ, ആദ്യം തന്നെ ഈ ഒരു വലിയൊരു പ്രസ്ഥാനമാണ് ആലിക്കൽസ് ആയുർവേദ. എല്ലാവിധ ചികിത്സാ മേഖലകളും കൈകാര്യം ചെയ്തു പോകുന്ന വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം. ഈ ഒരു മേഖലയില് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീരോഗ വിഭാഗം കൈകാര്യം ചെയ്യുന്നു. ഒരുപാട് സക്സസ് ആ ഒരു ട്രീറ്റ്മെന്റിൽ താൻ നേടിയെടുക്കുന്നു. അതുമൂലം നമ്മുടെ ആലിക്കൽസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം വലിയ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും ചെയ്യുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഡോക്ടറുടെ നേതൃത്വത്തിൽ? നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ട് ഇന്ന് സ്ത്രീകളില് ഒരു നല്ല ശതമാനം സ്ത്രീകളിലും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളും അതോടൊപ്പം മറ്റ് സ്ത്രീ രോഗങ്ങളും കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് PCOD, അമിത രക്തസ്രാവം, വൈറ്റ് ഡിസ്ചാർജ്, ഫൈബ്രോയിഡ് യൂട്രസ്, ആർത്തവിരാമവുമായി ബന്ധപ്പെട്ട വിവിധതരം രോഗങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. അതിന് ഫലപ്രദമായ ആയുർവേദ ചികിത്സകൾ നമുക്ക് ലഭ്യമാണ്. വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ ഈ മേൽ പറഞ്ഞ രോഗങ്ങൾക്ക് നമുക്ക് വിദഗ്ധമായ ചികിത്സകൾ ഫലപ്രദമായ രീതിയിൽ ആയുർവേദത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ആയുർവേദത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനും അതോടൊപ്പം പഞ്ചകർമ്മ തെറാപ്പിയും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇപ്പം ഈ ചെറിയ കുട്ടികളിൽ പോലും അമിതവണ്ണം, അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക്, അതുപോലെ തന്നെ പൈൽസ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നതിന് എത്രമാത്രം ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ സെന്റർ കൊടുക്കുന്നത്? നമുക്ക് അതിന് ഉള്ളിലേക്ക് മരുന്നുകൾ സേവിക്കുന്നതോടൊപ്പം പഞ്ചകർമ്മ ചികിത്സകൾ വളരെ ഫലപ്രദമായിരിക്കും. ഉദ്വർത്തനം, വസ്തി പോലുള്ള ചികിത്സകൾ ഈ അമിതവണ്ണത്തിനും എല്ലാം വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ ഓരോ രോഗങ്ങളും മനസ്സിലാക്കി അതിനാവശ്യമായ ചികിത്സകൾ അതിന് വിദഗ്ധരായ ഡോക്ടറുടെ കീഴിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ത്രീ തെറാപ്പിസ്റ്റുകളാണ് നമുക്കിവിടെ അതിനുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന അകാലനര, മുടികൊഴിച്ചിൽ, ഡാൻഡ്രഫ് മുതലായ രോഗങ്ങൾക്ക് നമുക്ക് ഫലപ്രദമായ ചികിത്സകൾ ചെയ്യാൻ സാധിക്കും. അതിന് ഹെയർ പാക്കുകളും മറ്റ് പ്രശ്നം പോലെയുള്ള ലോക്കലായിട്ട് ചെയ്യുന്ന നമ്മുടെ ട്രീറ്റ്മെന്റ്സും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം സ്കിൻ പ്രോബ്ലംസ്, കോസ്മെറ്റോളജി വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ സ്കിൻ പ്രോബ്ലംസ്, പിമ്പിൾസ്, ആക്നെ, പിഗ്മെന്റേഷൻ, മെലാസ്മ പോലെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഉള്ളിലേക്ക് മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം ചെറിയ രീതിയിൽ പുറമേയുള്ള ലോക്കലായിട്ടുള്ള ഫേഷ്യല് മസാജസ്,
എല്ലാം ഏകീകരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആയുസിന്റെ വേദമാണ് ആയുർവേദം. പരമ്പരാഗതമായി തന്നെ നമ്മൾ ഈ ആയുർവേദം നമ്മുടെ പൂർവികന്മാർ ഇത് കൈമാറി വന്നൊരു വേദമാണിത്. ഇന്നത് അതിന് പല സയന്റിഫിക് ആയിട്ടുള്ള പ്രൂഫുകളും നമ്മൾ അതിൻ്റെതായ കൂടുതൽ അതിന്റെ പരീക്ഷണങ്ങളും നടത്തി പല മരുന്നുകളും അതിനായി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് അലോപ്പതി മെഡിസിൻ നമുക്ക് ആവശ്യമാണ്, പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്ക് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ആയുർവേദം ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതശൈലി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ഫുൾ ഒരു റെജുനേഷൻ ആണ് ആയുർവേദം കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം രോഗത്തെ അതിന്റെ വേരോട് കൂടി പിഴുതു മാറ്റുന്ന ഒരു ചികിത്സയാണ് ആയുർവേദം നമ്മൾ മെയിൻ ആയിട്ടും. അതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി സിംറ്റംസ് മാത്രമല്ല നമ്മളിവിടെ ശരിക്കും ചികിത്സിക്കുന്നത്. വാതപിത്ത കഫമായുള്ള ആയുർവേദത്തിന്റെ നമ്മുടെ സയൻസ് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും രോഗം ഓരോരുത്തർക്കും ആവശ്യമായ ട്രീറ്റ്മെന്റ് ഡിസീസ് സ്പെസിഫിക് ആയിട്ടല്ല, നമ്മൾ കൂടുതലും ഓരോ രോഗികൾ ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആയിട്ടാണ് ആയുർവേദ ട്രീറ്റ്മെന്റ്സ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. ഓരോ വ്യക്തിക്കും ആവശ്യമായ ട്രീറ്റ്മെന്റ്സും അവർക്ക് ബോഡി റിജുനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും നമുക്ക് ആയുർവേദത്തില് പഞ്ചകർമ്മയോടൊപ്പം ഉള്ളിലേക്ക് മരുന്ന് സേവിക്കുന്നതോടൊപ്പം പഞ്ചകർമ്മയും സംയോജിപ്പിച്ച് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മുട്ടുവേദന എന്നൊരു കാര്യം ഒരുപാട് പേരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത്തരം ഒരു ആശയം എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിച്ചു. ഞാൻ സ്വന്തമായി ചില മരുന്നുകൾ തയ്യാറാക്കി അരച്ച് വെച്ച് കിട്ടുന്ന മരുന്ന്, തൈലം, പിന്നെ നമ്മൾ സാധാരണയായി കൊടുക്കുന്ന കഷായങ്ങൾ, അതിന്റെ ഗുളികകൾ, അരിഷ്ടങ്ങൾ, പിന്നെ ചികിത്സാ രീതികൾ, ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചിട്ട് മുട്ടുവേദന കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ധാരാളം പേർക്ക് സുഖമായി അവരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ എനിക്ക് കുറഞ്ഞ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സ്പെഷ്യാലിറ്റികൾ, നല്ല വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, നല്ല മരുന്നുകൾ, ഔഷധ ഗുണമേന്മയുള്ള മരുന്നുകൾ നിങ്ങൾക്ക് തയ്യാറാക്കി തന്ന് അതിലൂടെ നിങ്ങളുടെ ജീവിതം സുഖസമ്പുഷ്ടമാക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് ഒരു തെളിവായി നമ്മളിവിടെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആലിക്കൽസ് ആയുർവേദയിലെ ആയുർവേദ പ്രകാരം ആയുർവേദത്തിന്റെ ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് സ്പോർട്സ് ഇഞ്ചുറിയും അതുപോലെ തന്നെ ഓർത്തോ കെയറുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡോക്ടർ അൻസീലയാണ്. തീർച്ചയായിട്ടും അൻസീലയെ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ഡോക്ടർ. നമസ്കാരം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ആയുർവേദത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ആയുർവേദത്തിൽ ലഭ്യമാക്കുന്ന എല്ലാവിധ ചികിത്സകളും നമ്മുടെ ആലിക്കൽസ് സെന്ററിൽ ലഭ്യമാണ്. ഇപ്പോൾ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ പോകുന്ന സ്പോർട്സ് ഇഞ്ചുറി പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഓർത്തോപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന്റെ ഒരു ആയുർവേദത്തിന്റെ ആ ഒരു ചികിത്സാ രീതികൾ എങ്ങനെയാണ്? നമ്മുടെ ഈ ആയുർവേദ സെന്ററിൽ വരുന്ന സ്പോർട്സ് ഇഞ്ചുറീസ് ലൈക്ക് നമുക്കിപ്പോൾ ലിഗമെന്റ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, അതുപോലെ തന്നെ മസിൽ സ്ട്രെയിൻ, അതുപോലെ തന്നെ ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ, അങ്ങനെയുള്ള കേസസ് ഒക്കെ നമുക്ക് ആയുർവേദത്തിന്റെ രീതിയിൽ തന്നെ നമുക്ക് ബാൻഡേജിങ്ങിലൂടെയും അതുപോലെ തന്നെ ചില ഉളുക്കുകൾ കൊണ്ടുവരുന്നതിൽ നമുക്ക് മസാജ് ചെയ്യേണ്ടതായിട്ടുള്ള കണ്ടീഷൻസിൽ മസാജിങ് പോലുള്ളത് കൊണ്ടും അല്ലാതെ നമുക്ക് വരുന്ന ചില ഇപ്പോൾ ടെന്നീസ് എൽബോ പോലത്തെ കേസസിലൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അഗ്നികർമ്മ പോലെയൊക്കെ നമ്മുടെ ഈ സെന്ററിൽ നമുക്ക് ലഭ്യമാണ്. പ്ലാസ്റ്റർ ആയുർവേദത്തിലൊക്കെ സാധാരണയായി ഉപയോഗിക്കാറുണ്ടോ? ആയുർവേദ മെഡിസിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടലിനൊക്കെ സാധാരണ പ്ലാസ്റ്റർ ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് നമുക്ക് അലോപ്പതി രംഗത്തിലുള്ള പോലെ അത്ര സുലഭമല്ല. എന്നാലും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസിന്റെ നമുക്ക് അതും അതുപോലെ തന്നെ POP കൂടി ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കുറെ കേസസ് തന്നെ ഞാൻ എന്റെ CRIV ടൈമിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുള്ള് ബാൻഡേജിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ ബാൻഡേജിങ് വിത്ത് മെഡിക്കേറ്റഡ് ഓയിൽസ് ഒക്കെ വെച്ചിട്ടും അതുപോലെ തന്നെ മെഡിസിൻസ് വെച്ചിട്ടുള്ളതൊക്കെ. പക്ഷെ അതൊക്കെ ഒരു പ്രഗത്ഭരായിട്ടുള്ള നമ്മളൊരു ഡോക്ടറെ കണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാവുക. ഇപ്പോൾ ബാൻഡേജിങ് ചെയ്യുന്നത് മൂലം നമുക്ക് ആ പെയിൻ റിലീഫ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ സ്വെല്ലിംഗ് പോലുള്ളതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. അതൊരു നമുക്ക് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ കീഴിൽ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതെന്ന് വെച്ചാൽ ഫെയിലിയേഴ്സ് ആണ് ഉണ്ടാവുക.